അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഒരാളെ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരു ഉപദേശം ആദ്യം എന്നോടും ശ്രോതാക്കളായിട്ടുള്ള നിങ്ങളിലേക്കും പങ്കുവെക്കുകയാണ്. മനോഹരമായിട്ടുള്ളൊരു സംഭവം. ഒരു പ്രസിദ്ധനായിട്ടുള്ളൊരു പണ്ഡിതൻ ഇമാം ഷിറാജി റഹിമഹുല്ലാഹ്, അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത് പിതാവ് അദ്ദേഹത്തെ ദിനേന ആ കുട്ടിയെ രാത്രി നമസ്കരിക്കാൻ വേണ്ടി, ആ ഖിയാമുൽ ലൈലിന് വേണ്ടി പിതാവ് വിളിച്ചുണർത്തുമായിരുന്നു. അങ്ങനെ ഉപ്പയും മകനും ഒരുമിച്ച് ആ രാത്രി നമസ്കരിക്കുകയാണ്. എത്ര മനോഹരമാണ്. ഒരിക്കൽ അതേ രൂപത്തിൽ പിതാവ് ആ മകനെ വിളിച്ചുണർത്തി. ആ മകന് വുളൂ ചെയ്യാൻ ആ ചെയ്യുന്ന സമയത്ത് ചുറ്റുപാടിലേക്ക് നോക്കിയ സമയത്ത് അടുത്ത വീട്ടിലൊന്നും ലൈറ്റ് തെളിഞ്ഞിട്ടില്ല, ആളുകളെല്ലാം ഗാഠനിദ്രയിലാണ്. ആ ഒരു കാഴ്ച കണ്ട സമയത്ത് ആ മകൻ പറഞ്ഞു, ലം യക്കുൻ മിൻ ഹഉലാഇ മിൻ യുസല്ലി റക്അതൈൻ. ഈ ആളുകൾക്കൊന്നും എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കാൻ ഇവർക്കൊന്നും കഴിയില്ലേ? ആ രൂപത്തിൽ ആ മകൻ ഒരു കമൻറ്റ് പറയുകയാണ്. അപ്പോൾ അത് കേട്ട സമയത്ത് പിതാവും മകന് നൽകുന്ന ഒരു തെർബിയത്ത്. ഉപ്പ പറഞ്ഞു, യാ ബുനിയ, എൻ്റെ പൊന്നു മോനെ, ലൗ നിംത ലക്കാന ഖൈറുല്ലക്. ഈ രൂപത്തിൽ കമൻറ്റ് ചെയ്യാനാണെങ്കിൽ അതിനേക്കാൾ നല്ലത് നിനക്ക് പോയി കിടന്നുറങ്ങുന്നതാണ്. അതായത് മകന് നൽകുന്ന വലിയൊരു പാഠം, മറ്റുള്ള ആളുകൾ ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ച് മറ്റുള്ള ആളുകളെ ആ കർമ്മത്തിൻ്റെ പേരിൽ നീ ചെറുതാക്കി കാണാൻ, അല്ലെങ്കിൽ നിന്നെ അന ഖൈറുമിൻ, ഞാൻ ഒരല്പം ബെറ്റർ ആണെന്ന് ചിന്തിക്കാനാണ് നീ ആ ഒരു കർമ്മത്തെ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഏറ്റവും നല്ലത് ആ കർമ്മം ചെയ്യാതിരിക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഒരു പ്രസ്താവനയിൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വ ഇന്നക അൻ തുബീത നാഇമൻ വ തുസ്ബിഹ നാദിമൻ ഖൈറും മിൻ അൻ തുബീത ഖായിമൻ വ തുസ്ബിഹ മുഅജബൻ. അതായത് നീ രാത്രി നമസ്കരിക്കണം എന്നെല്ലാം ആഗ്രഹത്തോടു കൂടെ നീ കടന്ന് ക്ഷീണം കാരണം നീ ഉറങ്ങിപ്പോയി. അങ്ങനെ രാവിലെ ഖേദത്തോടു കൂടെ, നമസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ആ നമസ്കാരം മിസ്സായല്ലോ എന്നുള്ള ഒരു ഖേദത്തോടു കൂടെ നീ ഉണരുന്നതാണ്. രാത്രി മുഴുവൻ നമസ്കരിച്ച് പ്രഭാതത്തിൽ ആ നമസ്കരിക്കാത്ത ആളുകളെ നോക്കിയിട്ടാ ഇവൻ്റെ കഥ എന്താണ്, ഞാൻ രാത്രി മുഴുവൻ നമസ്കരിച്ചവനാണെന്ന് ആ ഒരു ചിന്ത നിനക്കുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് ആ നമസ്കാരം മിസ്സാക്കിയിട്ട് ഖേദത്തോടു കൂടെ ഉണരുന്നതാണ്. മനോഹരമായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഏതൊരു കാര്യം അത് ചെയ്യുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, എന്തെങ്കിലും ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം വെച്ച് നീ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ താഴ്ത്തി കാണുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ നാശമാണ്. അത് ഒരു പക്ഷേ അത് ചിലപ്പോൾ അറിവായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് അറിവ്. സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസിൽ ആദ്യമായിട്ട് നരകത്തിലേക്ക് പ്രവേശിക്കുന്ന 3 ആളുകളിൽ ഒന്ന് ഒരു വലിയ പണ്ഡിതനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അറിവ് അയാൾക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ അറിവ് അയാൾ തെറ്റായിട്ട് ഉപയോഗിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ അറിവിനെ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന 3 രീതികൾ. ഒന്ന്, ആ അറിവ് വെച്ച് അയാൾ ഞാൻ വലിയൊരു സംഭവമാണ്, ഞാൻ മറ്റുള്ള ആളുകളെക്കാൾ അറിയുന്നവനാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് റിയാ ആണ്. അതായത് ആ അറിവുകൊണ്ട് ഒരു ഉപയോഗമില്ല. അതല്ലെങ്കിൽ രണ്ടാമതായിട്ട് ആ അറിവ് വെച്ച് മറ്റുള്ള ആളുകളായിട്ട് തർക്കിക്കാൻ വേണ്ടി മാത്രം അറിവ് നേടുന്ന ആളുകളുണ്ട്. ആ തർക്കിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഞാൻ അയാളെക്കാൾ, അല്ലെങ്കിൽ ആ അണികളെ മുഴുവൻ ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ഈ വിഷയം ഇത്ര ഏറെ അറിയുന്നവനാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. അതല്ലെങ്കിൽ ചില ആളുകൾ അതിനു വേണ്ടി മാത്രം സംശയം ചോദിക്കുന്ന ആളുകളുണ്ട്. ആ സംശയം ചോദിക്കുന്നത് തന്നെ ഈ ഒരു വിഷയം എനിക്ക് അറിയുമെന്ന് മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രൂപത്തിൽ ഒരു ഷോ ഓഫ്, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇൽമെങ്കിൽ അതും യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ള അറിവാണ്. മൂന്നാമതായിട്ട് അറിയാത്ത ആളുകളെ തരം താഴ്ത്തി കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ അറിവിനെ ഉപയോഗിക്കുന്നതെങ്കിൽ അതും തെറ്റായിട്ടുണ്ട്. അപ്പോൾ നൽകിയ ആ ഒരു അനുഗ്രഹം, അറിവാകുന്ന അനുഗ്രഹം ഈ രൂപത്തിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതും നാശമാണ്. അതേപോലെ തന്നെ അത് ചില സമയത്ത് അത് പ്രായമാകും. ഇപ്പോൾ പ്രായമുള്ള ആളുകൾ, അവർ നല്ല രൂപത്തിൽ അള്ളാഹനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾ യുവാക്കളെ നോക്കിയിട്ട് ഇവരൊക്കെ എങ്ങനെ നന്നാവാനാണ് ഒരിക്കലും ആ രൂപത്തിൽ എഴുതി തള്ളിയ രൂപത്തിൽ സംസാരിക്കാറുണ്ട്. ഒരു പക്ഷേ ഈ പറയുന്ന വ്യക്തി തന്നെ അയാൾ പിന്നിട്ട വഴികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അയാൾ ആ യുവകാലഘട്ടത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അകന്നായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. ഒരു സുപ്രായത്തിൽ അയാൾ നന്നാവുന്നു, പിന്നീട് അയാൾ ആ വന്ന വഴിയെല്ലാം മറന്ന് ഇതേ രൂപത്തിൽ യുവാക്കളെ നോക്കിയിട്ട് അതായത് അവർ മുഴുവൻ മോശക്കാർ ആ രൂപത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം എന്തൊരു കാര്യമാണെങ്കിലും അത് നമ്മൾ ഒരല്പം മുകളിലേക്കായിട്ട് നമ്മളെ വെച്ച് മറ്റുള്ള ആളുകളെ ഇകഴ്ത്തി കാണാനാണ് ആ ഒരു അനുഗ്രഹം നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ശരിയായിട്ടുള്ള പ്രവണതയല്ല എന്നുള്ളത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തുടരാണ്, ഫദംബുൻ തുദില്ലു ബിഹി ലദൈഹി അഹബ്ബു ഇലൈഹി മിൻ തുഅഅത്തിൻ തുദില്ലു ബിഹാ അലൈഹി. മനോഹരമായിട്ടുള്ള പ്രസ്താവന. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ നിന്നെ വിനയാന്വിതനാക്കുന്ന ഒരു തെറ്റാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും നിന്നെ അകറ്റുന്ന ഒരു നന്മയേക്കാൾ ബെറ്റർ. അതായത് ഏതെങ്കിലും ഒരു തെറ്റ് കാരണം, ആ തെറ്റ് കാരണം അതിൽ നീ ആ നദുമ്, അതായത് നിനക്കതിലൊരു കുറ്റബോധം, അത് കാരണം നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും നിന്നെ അകറ്റുന്ന നന്മയേക്കാൾ നല്ലത്. അതായത് ഈ രൂപത്തിൽ ചെയ്ത് ഞാൻ ബെറ്റർ ആണെന്ന് ചിന്തിക്കാൻ വേണ്ടി ആ നന്മ നീ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് നിന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നൊരു തെറ്റാണ്. മനോഹരമായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഈ രൂപത്തിലാണ്. അപ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും അത് ഏതൊരാളെ സംബന്ധിച്ചും നമ്മൾ വിലയിരുത്താൻ പോകാതിരിക്കുക. അതാണ് പറയുന്നതിൻ്റെ മൊത്തത്തിലുള്ള അതിൻ്റെ ചുരുക്കം. ഇപ്പോൾ ഒരാളെ വിലയിരുത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്നൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു അങ്ങേയറ്റം, അതിൻ്റെ ഒരു എക്സ്ട്രീമായിട്ടുള്ള കാര്യം റസൂലുള്ളാഹി ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട ഹിബ്ബു റസൂലുള്ളാഹ് ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ആ സ്വഹാബി, അദ്ദേഹം ഒരിക്കലും യുദ്ധക്കളത്തിൽ ശത്രുവിനെ നിലത്തിട്ട് ആ വധിക്കാൻ വേണ്ടി വാൾ ഓങ്ങിയ സമയത്ത് ആ ശത്രു ഷഹാദത്ത് ചെല്ലുകയാണ്. അപ്പോൾ വളരെ ക്ലിയറാണ്, ആ വധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അയാൾ കലിമ ചൊല്ലിയതെന്നുള്ളത് ആ രൂപത്തിലെ ഏതൊരാളും വിലയിരുത്തുള്ളൂ. ഉടനെ തന്നെ ഉസാമ റളിയല്ലാഹു അൻഹു അയാളെ വധിച്ചു. ശേഷം തിരിച്ചെത്തിയതിന് ശേഷം റസൂലുള്ളാഹിനോട് സംഭവം പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി അങ്ങേയറ്റം കോപിക്കുകയാണ്. റസൂലുള്ളാഹി ആദ്യമായിട്ട് ചോദിച്ചു, അഫലാ ശഖഖ്ത അൻ ഖൽബിഹി, അയാളുടെ ഹൃദയം നീ തുറന്നു നോക്കിയോ? അയാളുടെ ഹൃദയത്തിൽ എന്താണെന്ന് നിനക്ക് അറിയാൻ സാധിച്ചോ? റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി ചോദിച്ചു, ആ ഷഹാദത്തുമായിട്ട് ഖിയാമത്ത് നാളിൽ അയാൾ വരികയാണെങ്കിൽ നീ എന്താണ് മറുപടി പറയുക? ആ രൂപത്തിൽ റസൂലുള്ളാഹി ചോദിക്കുകയാണ്. ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ ആ കോപവും ചോദ്യം എല്ലാം കേട്ട സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത്രയേറെ റസൂലുള്ളാഹി കോപിക്കുകയാണ്. ചിന്തിച്ചു നോക്കുക, അതിൻ്റെ ഒരു എക്സ്ട്രീമായിട്ടുള്ള സാഹചര്യമാണ് അവിടെ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരാളുടെ നീയത്തിൽ നമ്മൾ സംശയിക്കാൻ ഏറ്റവും അതിനേക്കാൾ അർഹതയുള്ളൊരു പോയിന്റ് ഇല്ല. ആ സമയത്ത് പോലും ഒരാളെ വിലയിരുത്താൻ അധികാരമില്ലെങ്കിൽ പിന്നെ എത്ര നിസ്സാരമായിട്ടാണ് പല സമയത്തും നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലാണെങ്കിൽ അതിലല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾ എത്ര വലിയ നന്മ ചെയ്യുകയാണെങ്കിലും അയാൾ നമ്മുടേതല്ലാത്തൊരു വിഭാഗമാണെന്ന് അറിയുന്നതോടുകൂടെ അയാളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലൊരു പിക്ചർ വരും. അത് യഥാർത്ഥത്തിൽ നിരന്തരം ആ രൂപത്തിൽ നമ്മൾ കേൾക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ്. എങ്ങനെയാണ് ഒരാളെ സംബന്ധിച്ച് ആ രൂപത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നത്? പ്രത്യക്ഷത്തിൽ ഒരാൾ ആ രൂപത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ പോലും അയാളെ വിലയിരുത്താൻ നമുക്ക് അധികാരമില്ല എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഒരു ഹദീസ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഹദീസിൽ ഒരു വ്യക്തി അയാൾ മക്കളെ വിളിച്ച്, അതായത് മരണത്തോടടുത്ത സമയത്ത് മക്കളെ വിളിച്ച് മക്കൾക്കൊരു വസിയത്ത് നൽകുകയാണ്. അയാൾ പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ബോഡി കത്തിച്ചതിന് ശേഷം ആ ചാരം വ്യത്യസ്ത ഭാഗത്തായിട്ട് കൊണ്ടുപോയി വിതറുക. ആ രൂപത്തിൽ മക്കൾക്കൊരു കൽപ്പന നൽകുകയാണ്. അപ്പോൾ അയാളത് ചെയ്യുന്നതിൻ്റെ ആ രൂപത്തിലൊരു വസിയത്ത് നൽകാനുള്ള കാരണം അയാൾ ആ രൂപത്തിൽ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ പുനർജനിപ്പിക്കില്ല, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് അത് സാധിക്കില്ല. നഊദു ബില്ലാഹ്. ആ രൂപത്തിലാണ് അയാൾ ചിന്തിക്കുന്നത്. പ്രത്യക്ഷത്തിൽ പച്ച കുഫറായിട്ടുള്ള കാര്യമാണ് അയാൾ ചെയ്യുന്നത്. പക്ഷേ ഹദീസിൻ്റെ അടുത്ത ഭാഗം, ആ ക്ലൈമാക്സ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കാത്ത രൂപത്തിലാണ്. ഹദീസ് റസൂലുള്ളാഹി പറയാണ്, അതിനുശേഷം അയാൾ മരണപ്പെട്ട ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കൾ അതേ രൂപത്തിൽ ചെയ്തു, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ അയാളെ പുനർജനിപ്പിച്ചു. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, എന്തിനാണ് നീ ഇത് ചെയ്തത്? ഉടനെ തന്നെ അയാൾ പറഞ്ഞു, ഓ അല്ലാ, നിന്നെ ഞാൻ അങ്ങേയറ്റം ഭയപ്പെടുന്നു. ആ ഒരു മറുപടി കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തു കൊടുക്കുകയാണ്. ചിന്തിച്ചു നോക്കുക നിങ്ങൾ. ആ ഒരു മറുപടി കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല, കാരണം അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഭയം അതുതന്നെയാണ് ആത്യന്തികമായിട്ട് ഏതൊരാളുടെയും മനസ്സിൽ വരേണ്ടത്. ആ ഭയം കാരണമാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ചെയ്തത് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് കുഫറാണ്, പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് അത് മറ്റൊന്നായിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം നമ്മൾ കാണുകയാണെങ്കിലും അയാളെ സംബന്ധിച്ച് ഫൈനലായിട്ട് ജഡ്ജ് ചെയ്യാനുള്ള ഒരു അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും ഹൃദയത്തിലേക്ക് നോക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിലകൊള്ളുന്നുണ്ടെങ്കിൽ നമ്മുടെ മരണാനന്തര ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന നന്മകൾ മാത്രം അതിൽ നിന്ന് എടുക്കുക. അതല്ലാതെ നിങ്ങൾ നിലകൊള്ളുന്ന ആ സർക്കിളിന് പുറത്തുള്ള ആളുകളെ മുഴുവൻ പിഴച്ചവരായിട്ട് വിധി എഴുതാൻ, അല്ലെങ്കിൽ ആ രൂപത്തിൽ കാണാനും അല്ലെങ്കിൽ ആ രൂപത്തിൽ ചിന്തിക്കാനാണ് നിങ്ങൾ അതൊരു ന്യായമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. കാരണം ഒരാളെയും ജഡ്ജ് ചെയ്യാനുള്ള അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആല, നിങ്ങളുടെ വിധി പോലും നിങ്ങൾക്കറിയില്ല. എന്നിരിക്കെ എങ്ങനെയാണ് മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് ആ രൂപത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നത്? പല സമയത്തും വിഷമം തോന്നാറുണ്ട്. അതായത് നമ്മൾ നിലകൊള്ളുന്ന സർക്കിളിന് അപ്പുറത്തുള്ള ആളുകൾ, അവർ ഒരുപക്ഷെ ഈ പറയുന്ന വ്യക്തി ഒരറിവില്ലാത്ത ആളാണ്,
അപ്പുറത്ത് വർഷങ്ങളോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ സമയം ചെലവഴിച്ച് ആ ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ച ഒരു പണ്ഡിതനെ സംബന്ധിച്ച് അയാൾ പിഴച്ചവനെന്നെല്ലാം സിമ്പിളായിട്ട് പറയുന്നത് എത്ര വലിയ അപരാധമാണ് ആ രൂപത്തിലെല്ലാം സംസാരിക്കുന്നത്. സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്നൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതായത് പാപിയായിട്ടുള്ളൊരു മനുഷ്യൻ, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി. ഈ സൂക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തി പല സമയത്തും ഈ പാപിയായിട്ടുള്ള സുഹൃത്തിനെ ഉപദേശിച്ചു, അയാൾ കേട്ടില്ല. അവസാനം ആ ഉപദേശിച്ച്, അതായത് ആ നന്മയിൽ തുടരുന്ന ആ വ്യക്തി ഈ പാപിയായിട്ടുള്ള സുഹൃത്തിനോട് പറഞ്ഞു, നിനക്ക് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരില്ല. ആ രൂപത്തിൽ സംസാരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ മറുവശം റസൂലുള്ള ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്, നാളെ ഖിയാമത്ത് നാളിൽ ആ രണ്ടാളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിച്ച് അതിന് ശേഷം ഈ നന്നായി ജീവിച്ച വ്യക്തിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ പറയാൻ സാധിച്ചു? അപ്പോൾ ഞാൻ ഇയാൾക്ക് പുറത്തു കൊടുക്കില്ല, എൻ്റെ അധികാര പരിധിയിൽ മാത്രം വരുന്ന ആ കാര്യത്തെക്കുറിച്ച് ഈ രൂപത്തിൽ തെറ്റായിട്ട് സംസാരിക്കാനുള്ള അധികാരം നിനക്കാരാണ് നൽകിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ശേഷം ഈ ഒരു പാപിയായിട്ടുള്ള ആ സുഹൃത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. ഈ രൂപത്തിൽ തെറ്റായിട്ട് സംസാരിച്ച അയാൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണ്. ഈ ഒരു ഹദീസെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അതായത് ഒരർത്ഥത്തിലും പല സമയത്തും ഈ ഒരു അസബിയത്ത് തലക്ക് പിടിക്കുന്ന സമയത്ത് നമ്മുടെ സർക്കിളിലല്ലാത്ത ആളുകളെല്ലാം അവരെല്ലാം എത്ര നിസ്സാരമായിട്ടാണ് അവരെ പിഴച്ചവരായിട്ടും അല്ലെങ്കിൽ നരകത്തിൻ്റെ ആളുകളായിട്ടെല്ലാം വിധിയെഴുതുന്നത്. മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരാളെ കാഫിർ എന്ന് വിളിച്ചാൽ യഥാർത്ഥത്തിൽ ആ വിളിക്കുന്ന ആളാണ് ആ രൂപത്തിൽ. മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ദഈഫായിട്ടുള്ള മറ്റൊരു ഹദീസിൽ, ഒരല്പം ദഈഫായിട്ടുള്ള തുർമുദി ധരിക്കുന്ന ഹദീസിൽ, മൻ ഖയ്യറ അഹാക ബിദംബിൻ ലം യമുത് ഹത്താ യഅമലുഹു, നിങ്ങളൊരു സുഹൃത്തിനെ അയാൾ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ തെറ്റ് നിങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. ഹദീസിൻ്റെ വിശദീകരണത്തിൽ മിൻ ദംബിൻ ഖദ് താബ മിൻഹു, പ്രത്യേകിച്ച് അയാൾ തൗബ ചെയ്ത് കരകയറിയ ഒരു തെറ്റിൻ്റെ ഒരു കാരണത്താൽ അതേ തെറ്റ് വെച്ച് അയാളെ നിങ്ങൾ ആക്ഷേപിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പല സമയത്തും ഭൂതകാലത്ത് അയാൾ ചെയ്തു പോയൊരു തെറ്റ് പിന്നീട് കാലങ്ങൾക്ക് ശേഷം അയാൾ തൗബ ചെയ്ത് നല്ല മനുഷ്യനായാലും അത് പിന്നീട് പൊക്കിക്കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് അതിൻ്റെ പേരിൽ അയാൾ ഒരുപക്ഷെ ആ ഒരു നമ്മുടെ അല്ലാത്തൊരു സർക്കിളാണെങ്കിൽ പ്രത്യേകിച്ച് അത് ആഘോഷിക്കാറുണ്ട്. അപ്പം അതെല്ലാം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഗൗരവമെല്ലാം ഇത്തരം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഈ രൂപത്തിൽ മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് നോക്കി അയാളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പരിണിത ഫലം നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല രൂപത്തിലായിട്ട് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. പ്രസിദ്ധമായിട്ടൊരു സംഭവം, ഇമാം സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് തസ്കിയത്ത് ഗ്രന്ഥങ്ങളിലെല്ലാം കടന്നു വരുന്നൊരു സംഭവം. 5 മാസത്തോളം അദ്ദേഹത്തിന് ഖിയാമുൽ ലൈൽ രാത്രി നമസ്കരിക്കാൻ സാധിക്കുന്നില്ല. ഹരിംതു ഖിയാമുൽ ലൈൽ 5 അശ്ഹുർ. എന്തുകൊണ്ടാണ് അത് ആ രൂപത്തിലെന്ന് അദ്ദേഹം അതിൻ്റെ പിന്നിലുള്ള കാരണം അദ്ദേഹം ട്രേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാം, സച്ചരിതരായിട്ടുള്ള സലഫുസാലികളായിട്ടുള്ള പണ്ഡിതന്മാർ അവരുടെ സ്റ്റാൻഡേർഡ് എന്നുള്ളത് നമ്മളെപ്പോലെയല്ല. ഹസനാത്തുൽ അബ്റാർ സയ്യാത്തുൽ മുഖറബി നമ്മൾ പറയാറുണ്ട്. അങ്ങേയറ്റം വലിയ സ്റ്റാൻഡേർഡാണ് അവർക്കുള്ളത്. അപ്പം എന്തെങ്കിലും ഒരു തെറ്റ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ കാണാൻ സാധിക്കും. അതായത് ഇത്തരം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് അങ്ങേയറ്റം അടുത്ത ആളുകൾ, അവർ എന്തെങ്കിലും ഒരു വീഴ്ച വരുന്ന സമയത്ത് ആ ഒരു വീഴ്ചയുടെ ഇമ്പാക്റ്റ് പല രൂപത്തിലായിട്ട് മൊത്തത്തിൽ അവർക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ വീട്ടിലുള്ള ആ മൃഗങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിൽ പോലും ആ പാപത്തിൻ്റെ ഇമ്പാക്റ്റ് അവർക്ക് സെൻസ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം പറയാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് അദ്ദേഹം അന്വേഷിച്ചു. അങ്ങനെ അവസാനം അതിൻ്റെ കാരണം അദ്ദേഹത്തിന് പിടികിട്ടി. റഅയ്തു റജുലൻ യബ്കി, അതായത് ഒരല്പം മുമ്പ് ഒരാൾ കരയുന്നതായിട്ട് ഞാൻ കണ്ടു. നമസ്കാരത്തിലോ പള്ളിയിലോ വെച്ച് ഒരാൾ കരയുന്ന കാഴ്ച ഞാൻ കണ്ട സമയത്ത് വഖുൽതു ഫീ നഫ്സി, ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അദ്ദേഹം പറയല്ല, മനസ്സിൽ ചിന്തിച്ചു, അന്നഹു ലാ യബ്കിയിലില്ല, അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഒന്നല്ല അയാൾ കരയുന്നത്, അയാൾ കള്ളക്കരച്ചിലാണെന്ന് ആ രൂപത്തിൽ ഞാൻ അയാളെക്കുറിച്ച് ചിന്തിച്ചു. അത് കാരണമാണ് ഈ രൂപത്തിൽ അയാൾ അനുഭവിക്കേണ്ടി വന്നത്. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഈ രൂപത്തിലൊരു കേവലം ചിന്തിച്ചത് കാരണം, അവരുടെ ആ സ്റ്റാൻഡേർഡ് കാരണം ആ രൂപത്തിലാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക, അതായത് എത്ര നിസ്സാരമായിട്ടാണ് ഒരാളെ പിഴച്ചവനായിട്ടല്ല നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പം എത്ര വലിയൊരു പാപിയായിട്ടുള്ള മനുഷ്യനാണെങ്കിലും അത് പാപത്തിനുള്ള അല്ലെങ്കിൽ പാപത്തെ നിസ്സാരമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, മറിച്ച് ഇവിടെ പറയുന്നതിൻ്റെ മൊത്തം രത്ന ചുരുക്കം എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ പാപിയാണെങ്കിലും അയാളെ ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ആത്യന്തിക വിധി നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ അതിനെ നിർണ്ണയിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു അധികാരം ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി അവസാനമായിട്ട് ഇതുമായിട്ട് ചേർത്ത് വെക്കാവുന്ന ഒരു സംഭവം വായിച്ചത് ഓർക്കുന്നത് ചില പാഠങ്ങളുള്ളത് കാരണം അത് സൂചിപ്പിക്കുകയാണ്. മുൻകാലത്തുള്ളൊരു വലിയ പണ്ഡിതൻ, ചില ഉദ്ധരണികൾ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹി ബന്ധപ്പെടുത്തിയാണ് ഈ സംഭവം കടന്നു വരുന്നത്. അല്ലാഹു അലം.
അപ്പം അദ്ദേഹത്തിൻ്റെ ആ പണ്ഡിതൻ്റെ വീടിന് സമീപത്തുള്ള ഒരു മദ്യപാനിയായിട്ടുള്ള വ്യക്തി മരണപ്പെടുകയാണ്. മരണപ്പെട്ട സമയത്ത് അയാളുടെ ഭാര്യ വന്ന് ഈ പണ്ഡിതനോട് ആ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പണ്ഡിതൻ നിരസിക്കുകയാണ്. അയാൾ പറഞ്ഞാൽ ഇയാൾക്ക് ഞാൻ മയ്യത്ത് നമസ്കരിക്കില്ലെന്ന് പറഞ്ഞ് ആ ക്ഷണം നിരസിക്കുകയാണ്. അത് നമുക്കറിയാം, ചില സമയത്ത് വലിയ പാപങ്ങൾ, ഈ രൂപത്തിലുള്ള വലിയ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, അത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ചില പാഠങ്ങൾ അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഈ രൂപത്തിലുള്ള നിലപാടുകൾ ചില ആളുകൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഏതായിരുന്നാൽ ആ പണ്ഡിതൻ അതിനെ നിരസിച്ചു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ആ പണ്ഡിതൻ സ്വപ്നത്തിൽ ഈ വ്യക്തി സ്വർഗത്തിലുള്ളതായിട്ടും സ്വർഗത്തിലിരുന്നു കൊണ്ട് ആ വ്യക്തി പറയുന്നതായിട്ടും കാണാണ്, അൽഹംദുലില്ലാ ലം തജഅലിൽ ജന്നത ബിയദിഹി. അയാൾ ആ സ്വർഗ്ഗം ആസ്വദിച്ചുകൊണ്ട് പറയാണ്, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സ്തുതി, നിങ്ങളുടെ കയ്യിലല്ല ആ സ്വർഗത്തിൻ്റെ താക്കോൽ അല്ലെങ്കിൽ ആ സ്വർഗ്ഗം ആർക്ക് നൽകണം എന്നുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതെന്ന് അയാൾ സ്വപ്നത്തിൽ പറയാണ്. അപ്പോൾ ഈ വ്യക്തി പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ ആ ഭാര്യയെ സമീപിച്ചുകൊണ്ട് അയാളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി അയാൾ ചോദിച്ചറിയാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഹുവമാ തഅരിഫു അൻഹു, നിങ്ങൾ അറിയുന്ന പോലെ തന്നെയാണ് അയാൾ മദ്യപിക്കാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഖൈറ അന്നഹു കാന ഫീ കുല്ലി യൗമിൽ ജുമുഅ യുത്ഇമു ഐതാമൽ ഹയ്യ്, അയാൾ എല്ലാ വെള്ളിയാഴ്ചയും അയാൾ ഭക്ഷണമായിട്ട് പോയിട്ട് അവിടെയുള്ള നിരവധി യത്തീമുകൾ അയാൾ ഭക്ഷിപ്പിക്കാറുണ്ടായിരുന്നു. വയംസഹു അലാ റൂസിഹിം വയബിക്കി വയഖൂൽ, അതിനുശേഷം അവരെ ഭക്ഷിപ്പിച്ച് അവരോടൊപ്പം സമയം ചെലവഴിച്ച് അവരെ തലോടിയതിന് ശേഷം അയാൾ കരഞ്ഞുകൊണ്ട് ആ കുട്ടികളോട് അയാൾ പറയും, ഉദ്ഉലി അമ്മിക്കും, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അയാൾ അവരോട് പറയാറുണ്ടായിരുന്നു. അയാളുടെ ഒരു ദിനചര്യ, അയാളുടെ റുട്ടീനായിരുന്നത്. ആ രൂപത്തിൽ അയാൾ പ്രവർത്തിക്കാറുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ കുട്ടികളുടെ പ്രാർത്ഥന കാരണമായിരിക്കാമെന്ന് ആ ഭാര്യ പറയുകയാണ്, ആ ഒരു നിഗമനം പറയുകയാണ്. അപ്പോൾ ഇവിടെ ആ വലിയ തെറ്റിനെ ന്യായീകരിക്കുക അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കുക എല്ലാം ചെയ്യുന്നത്, മറിച്ച് എത്ര പ്രത്യക്ഷമായിട്ട് എത്ര വലിയ തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും അയാളെ സംബന്ധിച്ച് ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് ചെയ്യാനുള്ള അധികാരം ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ല. അതുതന്നെയാണ് നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഹദീസിൽ നമ്മൾ കണ്ടത്. അതുതന്നെയാണ് നമുക്കറിയാം നിരവധി സംഭവങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വേശ്യയായിട്ടുള്ളൊരു സ്ത്രീ ആ നായക്ക് ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അവരുടെ ആ വിധി മുഴുവൻ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ്. അപ്പോൾ പല സമയത്തും തെറ്റിൽ തുടരുന്ന ഒരാളെ നമ്മൾ അയാൾക്ക് മാർക്കിട അല്ലെങ്കിൽ അയാൾ വിധി എഴുതാൻ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അയാൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു നന്മ കാരണം അയാളുടെ വിധി ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് അത് മാറിയേക്കാം. അതേ സമയത്ത് നമ്മളിലേക്ക് തന്നെ നോക്കുക. കാരണം നമ്മളൊരു പക്ഷേ നന്മയിൽ തുടരുന്നുണ്ടാകും, നമ്മുടെ വിധി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ മറ്റൊരാളെ വിലയിരുത്താതിരിക്കുക, നമ്മളെ തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഏത് സമയത്തും സദാസമയത്തും മറ്റൊരാളെ സംബന്ധിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക എന്നുള്ളത്. മറ്റൊരു പണ്ഡിതൻ സൂചിപ്പിച്ച ഒരു അനുഭവം ഓർക്കുന്നുണ്ട്. അവരെല്ലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഒരു വ്യക്തി അയാൾ ഇടത്തെ കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ പരസ്യമായിട്ട് ആളുകൾക്കിടയിൽ വെച്ച് ആ വ്യക്തിയെ തിരുത്താൻ വേണ്ടി ആ പണ്ഡിതൻ ചിന്തിച്ചു. പക്ഷേ എന്തോ കാരണത്താൽ അയാൾ അതിന് ശ്രമിച്ചില്ല. അങ്ങനെ അവസാനം യാത്ര പറയാൻ വേണ്ടി എല്ലാ ആളുകൾക്കും അയാൾ ആ ഷെയ്ക്ക് ഹാൻഡ് നൽകിയ സമയത്ത് ഈ വ്യക്തി ആ സമയത്ത് ഇടത്തെ കൈ നീട്ടി. ആ സമയത്താണ് ഈ പണ്ഡിതൻ കാണുന്നത് അദ്ദേഹം ഒറ്റ കൈ മാത്രമാണ്. ആ രൂപത്തിലായിരിക്കും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ ആകില്ല കാര്യങ്ങൾ. അപ്പോൾ നിരന്തരം മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് എന്തെങ്കിലും, അതായത് നമ്മുടെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആവുക, മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ നിരന്തരം എക്സ്ക്യൂസുകൾ നൽകി അയാളെ സംബന്ധിച്ച് മാക്സിമം നല്ലത് ചിന്തിക്കാനുള്ളൊരു മനസ്സാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അവസാനമായിട്ട് പ്രസിദ്ധമായിട്ടുള്ള ഹദീസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ഇനി വരാൻ പോകുന്ന അയാൾ സ്വർഗാവകാശിയാണെന്ന് റസൂലുള്ള പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അയാളെ സംബന്ധിച്ച് അത് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഒരു സ്വഹാബി അയാളുടെ വീട്ടിൽ പോയി 3 ദിവസം താമസിക്കുന്നു. അയാൾ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യുന്നതായിട്ട് ഇയാൾ കാണുന്നില്ല. അങ്ങനെ അവസാനം 3-ാമത്തെ ദിനം യാത്ര പറഞ്ഞ് പോരുന്ന സമയത്ത് അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്? അപ്പോൾ ആ വ്യക്തി പറയുന്നുണ്ട്, ഞാൻ പ്രത്യേകമായിട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഒരാളോടും, അതായത് മുഴുവൻ ആളുകളെ സംബന്ധിച്ച് ഞാൻ നല്ലത് ചിന്തിക്കാറുള്ളൂ. ഓരോ ദിവസം ഉറങ്ങാൻ പോകുന്ന സമയത്തും എൻ്റെ ഹൃദയം ശുദ്ധമാണ്. അതായത് എൻ്റെ ഹൃദയത്തിൽ മറ്റൊരാളോടും വെറുപ്പോ വിദ്വേഷം ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ കിടക്കാറുള്ളൂ. അതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. അത് കേട്ട ഉടനെ സ്വഹാബി പറയുന്നുണ്ട്, അത് തന്നെ, ഈ ഒരു കാരണം കൊണ്ടാണ് റസൂലുള്ളാഹി നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് പറയാനുള്ള കാരണം എന്നുള്ളതാണ്. ഹൃദയം ഇല്ലാമൻ അത്തല്ലാഹു ഖൽബിൻ സലീം, ആ ശുദ്ധ ഹൃദയം അതുള്ള ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ സ്വർഗം നൽകുക. അതേസമയം മിസ്ഖാല ദർറത്തി മിനൽ കിബർ, ഒരു കടുകുമണിയോളം നിങ്ങളിൽ കിബർ ഉണ്ടെങ്കിൽ ആ സ്വർഗം നിങ്ങൾക്ക് നിഷിദ്ധമാണെന്നുള്ള. ഇപ്പം കിബർ എന്ന് വെച്ചാൽ ഞാൻ മികച്ചവനാണ്. അതൊരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മത്തിൻ്റെ പേരിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ
അത് യഥാർത്ഥത്തിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. ഇപ്പം എന്തൊരു കാര്യം, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാത്ത ആളുകളെ നോക്കി മോശം ചിന്തിക്കാതെ നമ്മൾ ചിന്തിക്കേണ്ടത്, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മമാണ്, ഒരു സുന്നത്താണെങ്കിൽ ആയിരക്കണക്കിന് ഇതര സുന്നത്തുകളുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തിട്ട് അയാൾ അത് ചെയ്യാത്തത് കാരണം മോശമാണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാത്ത നൂറുകണക്കിന് ഇതര സുന്നത്തുകൾ അയാൾ ചെയ്യുന്നുണ്ടാകും. അപ്പം അങ്ങനെ ചിന്തിച്ച് അയാളെക്കുറിച്ച് നല്ലത് ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുക. ആ രൂപത്തിൽ നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമകളായി, മറ്റുള്ള ആളുകളെ ജഡ്ജ് ചെയ്യാതെ ശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി ജീവിക്കാനും ആ രൂപത്തിൽ മരണപ്പെടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.